ഗൈസ് നമ്മളിന്നൊരു മണികെട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മളെ കൊല്ലത്തുള്ള മണികെട്ട് അമ്പലത്തിൽ നമ്മൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളവിടെ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ഊബറിൽ പോകാമെന്ന് വിചാരിച്ചു, ഊബർ ഓട്ടോയിൽ. നമ്മളൊരു 5:45 6 മണി ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തമ്പാനൂർ എത്തി. നമുക്ക് കുറച്ച് അടുത്താണ് തമ്പാനൂർ. അവിടെ എത്തി. അവിടെ നമ്മൾ ട്രെയിന് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പരശുരാം എക്സ്പ്രസ്സിലാണ് നമ്മൾ പോയത്. രാവിലെ 6:15 ട്രെയിന്. അതിൽ കയറി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ റിസർവ്ഡ് സീറ്റും കൂടെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്കൊരു 1 മണിക്കൂർ 1.25 മണിക്കൂർ മതി. നമ്മളൊരു 7:30 ആയപ്പോൾ കൊല്ലം ജംഗ്ഷനിലെത്തി. കൊല്ലം ജംഗ്ഷനിൽ അവിടെ ഇറങ്ങിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കരുനാഗപ്പള്ളി ഇറങ്ങുന്നേക്കാളും നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അടുത്തുള്ള ഒരു വെജ് ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അമ്മ ഉപ്പുമാവും വടയും ഒക്കെയാണ് കഴിച്ചത്. ഞാനും അച്ഛനും നെയ്റോസ്റ്റാണ് കഴിച്ചത്. എനിക്ക് എവിടെ പോയാലും നെയ്റോസ്റ്റ് കഴിക്കാൻ ഇഷ്ടം, ഞാനതേ കഴിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ നെയ്റോസ്റ്റൊക്കെ കഴിച്ച് അവിടുന്ന് അടുത്ത ബസ്സിന് ശങ്കരമംഗലത്തോട്ട് പോവുകയാണ്. അതായത് കരുനാഗപ്പള്ളി ബസ്സിലാണ് കയറിയത്. കരുനാഗപ്പള്ളി ബസ് കയറിയിട്ട് ശങ്കരമംഗലത്ത് ഇറങ്ങുക. അപ്പോൾ അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ഓട്ടോ സർവീസ് ഉണ്ട്. എപ്പോഴും ഓട്ടോ സർവീസ് ഉണ്ട്. കാട്ടിൽമേക്കൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മതി. 60 രൂപയാണ് ഞങ്ങൾക്ക് ഓട്ടോയ്ക്ക് ആയത്. ട്രെയിനിന് 55 രൂപയായി ഒരാൾക്ക് ടിക്കറ്റ്, റിസർവ്ഡ് ടിക്കറ്റ്. പരശുരാം എക്സ്പ്രസ്സിന് കുറച്ച് പൊതുവെ ടിക്കറ്റ് റേറ്റ് കുറവാണ്. എന്നിട്ട് അവിടെ നമ്മൾ ജങ്കാറിൽ വേണം അക്കരെ എത്താൻ. അക്കരെയാണ് അമ്പലം. ഒരു കായലിൽ ചുറ്റിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ജങ്കാർ ഫ്രീ സർവീസാണ്. നമ്മൾ ജങ്കാറിൽ കയറി അക്കരെ എത്തി. അവിടെ ഫസ്റ്റ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ചുറ്റും കച്ചവടക്കാരും എല്ലാം ഉണ്ട്. നമുക്ക് എന്ത് വേണോ വാങ്ങാനൊക്കെ ഉണ്ട്. അമ്പലത്തിലൊരു ഉത്സവത്തിൻ്റെ ഒരു വൈബാണ് എപ്പോഴും. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഒരു അമ്പലത്തിനേക്കാളും ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ മെയിൻ നേർച്ച, മണി കെട്ടുന്ന നേർച്ച. അപ്പം ഞങ്ങൾ 3 മണിയാണ് എടുത്തത്. ഓരോ ആഗ്രഹത്തിനും ഓരോ മണി, അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ 7 പ്രാവശ്യം ഒരു ആൽമരം ഉണ്ട്. ഈ ഒരു ആൽമരത്തിന് ചുറ്റും നമ്മൾ പ്രദക്ഷിണം വെച്ചിട്ടാണ് മണി കെട്ടുന്നത്. മണി കെട്ടിയതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കറങ്ങി നടന്നു. നല്ലൊരു നമുക്ക് മൈൻഡിന് ഒരു പോസിറ്റിവിറ്റി ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ പൊതുവെ ആൾക്കാർ പൊതുവെ വരുന്ന തിരക്ക് അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ബീച്ച് സൈഡിൽ ലൈവായിട്ട് മീനൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവരുന്നതൊക്കെ കണ്ടു. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ജങ്കാറിൻ്റെ അവിടെയുള്ള എൻട്രൻസ്. അപ്പോൾ ആരെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോളൂ.